നമസ്കാരം. ചരിത്രഭൂമികയിലേക്ക് സ്വാഗതം. സാധാരണ ഭീകര പ്രവർത്തനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഉയർന്ന വിദ്യാഭ്യാസം, മികച്ച തൊഴിൽ, സാമൂഹികമായ അംഗീകാരം എന്നിവയുള്ള വ്യക്തികൾ ഭീകരവാദ ശൃംഖലയുടെ ഭാഗമാവുകയും അവരുടെ ജോലിയുടെ മറവിൽ ഭീകര പ്രവർത്തനങ്ങൾക്ക് സഹായം ചെയ്യുകയോ നേരിട്ട് പങ്കെടുക്കുകയോ ചെയ്യുന്ന രീതിയെയാണ് വൈറ്റ് കോളർ ഭീകരത എന്ന് അന്വേഷണ ഏജൻസികളും മാധ്യമങ്ങളും വിശേഷിപ്പിക്കുന്നത്. ഡൽഹിയെ നടുക്കിക്കൊണ്ട് വീണ്ടുമൊരു ഭീകരാക്രമണം നടന്നപ്പോൾ 9 പേരുടെ ജീവനാണ് പൊലിഞ്ഞത്. ഭീകരന്റെ കണക്കുകൂട്ടലുകൾ ഇത്തിരി പിഴച്ചതിനാൽ 9 എന്നത് 90-ഓ 900-ഓ ആയി മാറിയില്ല എന്നതു മാത്രമായിരുന്നു ആശ്വാസം. എന്നാൽ എപ്പോഴും ഇങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. ഭീകരർ കണക്ക് കൂട്ടിയതുപോലെ ദീപാവലിക്കോ ജനുവരി 26-നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിശേഷ ദിവസങ്ങളിലോ ആണെങ്കിൽ അത് ഇന്ത്യക്ക് താങ്ങാനാകാത്ത ദുരന്തമായി മാറുമെന്നതിൽ സംശയമൊന്നുമില്ല. ഡൽഹി കാർ സ്ഫോടനത്തിന് പിന്നിൽ വൈറ്റ് കോളർ ടെററിസം ആണെന്ന് അന്വേഷണ ഏജൻസികൾ പറയുമ്പോൾ ഇന്ത്യക്കാർ, പ്രത്യേകിച്ച് മലയാളികൾ, ആശ്ചര്യത്തോടെ ചോദിക്കുന്നത് എന്താണ് ഈ വൈറ്റ് കോളർ ടെററിസം എന്നാണ്. രാജ്യത്തിന്റെ അതിർത്തികളിൽ മുള്ളുവേലികളിൽ കൂടി നുഴഞ്ഞുകയറിയും ആട്ടിടയന്മാരായും ഭിക്ഷക്കാരായുമൊക്കെ വേഷം മാറിയും എത്തുന്നവരാണ് ഭീകരവാദികൾ എന്നാണ് നമുക്ക് പൊതുവെയുള്ള ഒരു ധാരണ. പാകിസ്ഥാനിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റക്കാരെക്കുറിച്ചുള്ള കഥകൾ നമ്മളെല്ലാം കേൾക്കുന്നതുമാണ്. എന്നാൽ ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്താനെത്തുന്നവർ ലോകം വികസിച്ചതിനോടൊപ്പം അവരുടെ സാങ്കേതിക വിദ്യകളും ടെക്നിക്കുകളും വളർത്തി. കൊല്ലാനും ചാകാനും അത്യാധുനിക സാങ്കേതിക വിദ്യകൾ കണ്ടെത്തി. സമൂഹത്തിലെ ഉന്നത ശ്രേണിയിൽ നിന്നുള്ളവരുടെ പിന്തുണയും ഇവർക്കൊപ്പമുണ്ട്. ഇന്ത്യയിൽ തന്നെ ഭീകരവാദികൾക്ക് വേണ്ടി പണിയെടുക്കുന്നവരുണ്ട്. അവരുടെ ആശയങ്ങളിൽ ആകൃഷ്ടരായവർ, അവർക്ക് വേണ്ടി രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിൽ അതീവ രഹസ്യമായി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നവർ, ഡോക്ടറായും എഞ്ചിനീയറായും IT പ്രൊഫഷണലുകളായും മാധ്യമപ്രവർത്തകരായും രാഷ്ട്രീയക്കാരായും സാംസ്കാരിക നായകന്മാരായും ഉദ്യോഗസ്ഥന്മാരായുമൊക്കെ ഇവർ നടക്കുന്നുണ്ട്. ഭരണാധികാരികളുടെ അംഗരക്ഷകരായും ഭീകരവാദ സ്ലീപ്പർ സെല്ലുകൾ പ്രവർത്തിക്കുന്നുണ്ടാകാം. ഇങ്ങനെ ആരാലും അറിയാത്ത, ആർക്കും കണ്ടുപിടിക്കാനാകാത്ത, നിശബ്ദമായി പ്രവർത്തിക്കുന്നവരാണ് വൈറ്റ് കോളർ ടെററിസ്റ്റുകൾ. ഇവർ ഒരിക്കലും പാകിസ്ഥാനിൽ നിന്ന് വന്നവരല്ല. ഇന്ത്യയിൽ തന്നെ ജനിച്ചു വളർന്ന് ഇവിടെ ജോലി ചെയ്ത് കുടുംബമായി ജീവിക്കുന്നവരാണ്. ഇവർക്ക് സമൂഹത്തിൽ വലിയ നിലയും വിലയുമുണ്ട്. സമൂഹത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്തും രോഗികളെ പരിചരിച്ചുമൊക്കെ പേരെടുത്തവർ തന്നെ ആയിരിക്കും ഇവർ. ഇവരുടെ ഇടപെടലുകളിൽ യാതൊരു തീവ്രവാദ ചുവയും ഉണ്ടാകില്ല. രാജ്യത്തിന്റെ നിയമങ്ങൾ പാലിച്ചും രാജ്യസ്നേഹിയായും സമൂഹത്തിൽ ജീവിച്ചു പോകും. എന്നാൽ സ്ലീപ്പർ സെല്ലുകൾക്ക് ആക്റ്റീവാകാൻ നിർദ്ദേശം ലഭിക്കുന്നതോടെ രാജ്യത്ത് സ്ഫോടന ശൃംഖല തന്നെ തീർക്കുന്നവരാണ് ഇത്തരക്കാർ. ഇവരെയാണ് തീവ്രവാദികളെക്കാൾ നാം പേടിക്കേണ്ടത്. നമുക്കിടയിൽ ജീവിച്ച് തക്കം പാർത്തിരുന്ന് നമുക്ക് നേരെ തന്നെ നിറയൊഴിക്കുന്ന ഭീകരർ. ഇവർ തങ്ങളുടെ അറിവും സാങ്കേതിക വിദ്യാ പ്രാവീണ്യവും, ഉദാഹരണത്തിന് സൈബർ മാർഗങ്ങൾ, എൻക്രിപ്റ്റഡ് കമ്മ്യൂണിക്കേഷൻ ആപ്പുകൾ എന്നിവയെല്ലാം ഉപയോഗിച്ച് ഭീകരപ്രവർത്തനങ്ങളെ സഹായിക്കുകയോ ഫണ്ട് ചെയ്യുകയോ പുതിയ അംഗങ്ങളെ റിക്രൂട്ട് ചെയ്യുകയോ എല്ലാം ചെയ്യുന്നുണ്ട്. ഇവരുടെ ലക്ഷ്യം പണമല്ല, അതിലുപരി പലപ്പോഴും രാഷ്ട്രീയമോ പ്രത്യയശാസ്ത്രപരമോ ആയ ഭീകരവാദ അജണ്ടകൾ നടപ്പിലാക്കുക എന്നതായിരിക്കും. പുറമെ മാന്യമായ ഒരു ജീവിതം നയിക്കുന്നതിനാൽ ഇവരെ സംശയിക്കാൻ തന്നെ പ്രയാസമാണ്. ഈ മുഖംമൂടി ഉപയോഗിച്ച് ഇവർക്ക് എളുപ്പത്തിൽ ഭീകരപ്രവർത്തനങ്ങൾക്കുള്ള സാഹചര്യം ഒരുക്കാൻ സാധിക്കുന്നു. അതായത് സമൂഹത്തിൽ മാന്യന്മാരായി ജീവിച്ചുകൊണ്ട് തങ്ങളുടെ പ്രൊഫഷണൽ അക്കാദമിക് നെറ്റ്വർക്കുകളും അറിവും ഭീകരവാദത്തിനായി ഉപയോഗിക്കുന്ന ഒരു ഇക്കോസിസ്റ്റത്തെയാണ് വൈറ്റ് കോളർ ടെററിസം എന്ന് വിശേഷിപ്പിക്കുന്നത്. സാമ്പത്തികമായും തൊഴിൽപരമായും വിദ്യാഭ്യാസപരമായും എല്ലാം വളരെ ഉയർന്ന നിലയിലുള്ളവരെയാണ് ആക്രമണത്തിനായി ഉപയോഗിക്കുന്നത്. ഹരിയാനയിലെ ഫരീദാബാദിൽ നിന്ന് 350 കിലോഗ്രാം അമോണിയം നൈട്രേറ്റും 2 തോക്കുകളും പിടികൂടിയിരുന്നു. ജമ്മു കാശ്മീർ സ്വദേശി ഡോക്ടർ ആദിൽ അഹമ്മദിനെ ഭീകരപ്രവർത്തനത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ നടത്തിയ റെയ്ഡിലാണ് ഇവ കണ്ടെത്തിയത്. മുസമിൽ ഷക്കീർ എന്ന മറ്റൊരു ഡോക്ടറുടെ വീട്ടിൽ നിന്നാണ് ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും കണ്ടെടുത്തത്. ഇയാൾ പുൽവാമ സ്വദേശിയാണ്. ഫരീദാബാദിലെ ആശുപത്രിയിലാണ് ഇയാൾ ജോലി ചെയ്യുന്നത്. ഇത്തരത്തിൽ ഉയർന്ന വിദ്യാഭ്യാസമുള്ളവർ തന്നെയാണ് വൈറ്റ് കോളർ ഭീകരതയ്ക്ക് പിന്നിലുള്ളത്. സമൂഹത്തിൽ ഉയർന്ന ശമ്പളം ലഭിക്കുന്ന തൊഴിൽ മേഖലകളിലാകും വിദ്യാസമ്പന്നരായ ഇവർ ജോലി ചെയ്യുന്നത്. ഭീകരപ്രവർത്തനത്തിന് ആവശ്യമായ പണം സമ്പാദിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇവർ ജോലി ചെയ്യുന്നത്. പെരുമാറ്റത്തിൽ പോലും യാതൊരുവിധ സംശയവും ആർക്കും തോന്നില്ല. ഒരുപക്ഷെ പെറ്റ അമ്മയ്ക്ക് പോലും ഈ ഭീകരരെ തിരിച്ചറിയാനും കഴിയില്ല. ഭീകരതയ്ക്കു പിന്നിൽ പ്രവർത്തിക്കുന്നവരിൽ പുരുഷന്മാരാണ് ഏറെയും.
എന്നാൽ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി സ്ത്രീകളും ഇതിനു പിന്നിലുണ്ട്. ചാവേറുകളായി പോലും സ്ത്രീകൾ പ്രവർത്തിക്കുന്നുണ്ട്. ജമാഅത്തുൽ മുഅ്മിനാത്ത് എന്നാണ് വനിതാ ചാവേർ സംഘത്തിന്റെ പേര്. ഭീകരപ്രവർത്തനങ്ങൾക്കായി സ്ത്രീകൾക്ക് ഓൺലൈൻ ക്ലാസുകൾ നൽകുന്നതായി റിപ്പോർട്ടുണ്ട്. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ നടത്തിയ പ്രത്യാക്രമണത്തിൽ കനത്ത നഷ്ടം സംഭവിച്ചതിനാൽ അംഗബലം വർദ്ധിപ്പിക്കുന്നതിനായാണ് ഇവരുടെ പുതിയ നീക്കം എന്ന് പറയപ്പെടുന്നു. ചാവേർ സംഘത്തിൽ ചേർന്നാൽ മരണശേഷം നേരിട്ട് പറുദീസ ലഭിക്കുമെന്നാണ് ഈ സംഘം വാഗ്ദാനം ചെയ്യുന്നത്. ജയ്ഷെ കമാൻഡർമാരുടെ ഭാര്യമാർ, സാമ്പത്തികമായി ദുർബലരായ സ്ത്രീകൾ, കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കൾ എന്നിവരെയാണ് ആദ്യഘട്ടത്തിൽ റിക്രൂട്ട് ചെയ്യുന്നത്. സംഘടന വിപുലീകരിക്കുന്നതിനായി പാകിസ്ഥാനിലെ എല്ലാ ജില്ലകളിലും റിക്രൂട്ട്മെന്റ് ക്യാമ്പുകൾ ആരംഭിക്കുന്നുണ്ട് എന്നും റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു. പുരുഷന്മാർക്ക് നൽകുന്ന അതേ പരിശീലനം തന്നെയാണ് സ്ത്രീകൾക്കും നൽകുന്നത്. മസൂദ് അസറിന്റെ കുടുംബാംഗങ്ങളാണ് പരിശീലനത്തിന് നേതൃത്വം നൽകുന്നത് എന്ന് പറയപ്പെടുന്നു. വൈറ്റ് കോളർ ടെററിസം നമ്മുടെ രാജ്യത്ത് വേരൂന്നിയിട്ട് കാലങ്ങൾ കുറേയായി. എന്നാൽ അതിപ്പോൾ രാജ്യത്തെ വിഴുങ്ങാൻ തക്ക പാകതയുള്ള ഒന്നായി മാറിക്കഴിഞ്ഞു. വിദ്യാഭ്യാസം ആവോളമുള്ളവന്മാരെ സ്വാധീനിക്കുന്ന ഒന്നായി മതവാദം വളർന്നു എന്ന് തിരിച്ചറിയുമ്പോൾ പലതിനെയും സംശയത്തോടെ നോക്കിക്കാണേണ്ട അവസ്ഥയിൽ നമ്മൾ എത്തുന്നു. ജനങ്ങളുടെ ജീവൻ രക്ഷിക്കുമെന്ന് ശപഥമെടുത്തവർ ചാവേറുകളായി മാറി മനുഷ്യജീവൻ എടുക്കുവാനുള്ള ശപഥം എടുക്കുന്നു. നിരപരാധികളെ കൊന്നൊടുക്കാൻ മനസ്സുറപ്പ് വരുത്തുന്നു. ഈ അവസ്ഥയെ നാം ഭയന്നേ തീരൂ. തീവ്രവാദത്തിന്റെ അടിവേരെ പിഴുതെടുക്കാൻ നാം ഓരോരുത്തരും ശ്രദ്ധിച്ചേ തീരൂ. കൂടുതൽ ചരിത്ര കാര്യങ്ങളുമായി വീണ്ടും വരാം. ചരിത്രഭൂമിക സബ്സ്ക്രൈബ് ചെയ്യൂ.